FCRI ഇപ്പോൾ ഒരു വലിയൊരു കോൺട്രവേഴ്സിയാണല്ലോ മീഡിയാസിൽ. എന്താണ് FCRI? FCRI എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഇത് 1976 നിലവിൽ വന്നത്. അതിനുശേഷം പല വർഷങ്ങളിലായിട്ട് അമെൻമെൻറ്റുകൾ നടത്തി. ലേറ്റസ്റ്റ് അമെൻമെൻ്റാണ് FCRI അമെൻമെൻറ്റ് ബിൽ 2026 ഈ മാർച്ചിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ വരുന്ന ചില ക്ലോസുകളെ പറ്റിയാണ് ആൾക്കാർക്ക് ആശങ്കയുള്ളത്. മെയിനായിട്ട് ഇത് NGOs അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ FCRI ഉള്ള ആൾക്കാർക്കാണ് മേജറായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ഇതിന് പ്രശ്നമില്ല. എന്താണ് മേജറായിട്ട് വരുന്നത്? ഇപ്പോൾ നിലവിലുള്ള ആക്ട് പ്രകാരം നമ്മൾ ഈ രജിസ്ട്രേഷൻ 5 വർഷം കാലാവധിയാണ് FCRI രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓരോ 5 വർഷത്തിനും 6 മാസം മുമ്പ്, അത് 4.5 വർഷം ആകുമ്പോൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് റിന്യൂവലിന് വേണ്ടിയുള്ളത്. അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അത് 6 മാസം കൊണ്ട് തീരില്ല, ചിലപ്പോൾ അതിൽ നീണ്ടുപോകും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. 5 വർഷത്തിനുള്ളിൽ പീരീഡ് കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനുശേഷം 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിയുമ്പോഴായിരിക്കും ലൈസൻസ് കിട്ടുന്നത്. ചിലർക്ക് റദ്ദാക്കപ്പെടുകയും ചെയ്യും, അതായത് റീസൺ എന്തെങ്കിലും ഉണ്ടെങ്കിലും. അതിനകത്ത് പറയുന്ന കേസ് എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടിയിരിക്കുന്നത്, ആ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണം. അത് നിലവിൽ അപ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആനുവൽ റിട്ടേൺ ഫയലാണ് FC4 എന്ന് പറയും. ചാർട്ടേഡ് അക്കൗണ്ട് സർട്ടിഫൈ ചെയ്ത ഒരു ഫോമിൽ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ യൂട്ടിലൈസേഷൻ ചോദിക്കും. എത്ര എമൗണ്ട് ഫണ്ട് യൂസ് ചെയ്തു, എത്ര ബാലൻസ് നിൽപ്പുണ്ട്, അതെല്ലാം കാണിക്കും. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ വേണം നിങ്ങൾ കൊടുക്കാനായിരിക്കും. അതിൽ ചേഞ്ചസ് ഇല്ല. പുതിയ അമെൻഡ്മെൻറ്റ് വന്നിരിക്കുന്നതിൽ ഇപ്പോൾ നിലവിലുള്ള രജിസ്ട്രേഷൻ ഒന്നെങ്കിൽ ക്യാൻസലായി പോവുക, അതായത് നമ്മൾ നിർത്തിയെന്ന് വിചാരിച്ചു, FCRI വേണ്ട എന്ന് വെക്കുന്നു. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാം. അങ്ങനെ ഒരു ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അടുത്തെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് നമുക്ക് ഈ 5 വർഷത്തിനുള്ളിൽ റിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനെ വരുന്ന ഈ 3 കേസുകളിലാണ് ശരിക്കും അഫക്റ്റ് ചെയ്യുക. ഇങ്ങനെ വരുന്ന കേസുകളിൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നതിൽ പുതിയ നിയമപ്രകാരം ഫോറിൻ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് ഇവിടെ എന്തെങ്കിലും അസറ്റുകൾ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന 3 കാരണങ്ങൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ അസറ്റ് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കും ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അവർക്ക് ഈ അസറ്റ് അക്വയർ ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടാം. അതാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നതിൽ ഒരു ക്ലോസാണ്. ആ ക്ലോസ് പറയുന്നത് ശരിക്കും ഇതുവരെ നമുക്ക് 5 വർഷം ഇംപ്രസൺമെൻ്റ് ആയിരുന്നു മേജർ സ്പെസിഫൈഡ് പേഴ്സൺസിന് ഉണ്ടാകുന്നത്. ഇനി അത് 1 വർഷത്തേക്ക് കുറച്ചു. പക്ഷേ വേറൊരു കേസുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പുതിയതായിട്ട് വരുന്നതനുസരിച്ച് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരേ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അപ്പോൾ കേസ് കൊടുക്കാൻ വഴിയില്ലല്ലോ എന്നാണ് പലരുടെ ആശങ്ക. പലരും അതാണ് ആശങ്കപ്പെട്ടിരിക്കുന്നത്. രണ്ട് പാർട്ടിയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിക്കും, കേസ് മൂവ് ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ മറ്റേ പാർട്ടിക്ക് വേണേൽ അതിന് എഗെയിൻസ്റ്റ് കൊടുക്കാമല്ലോ, അങ്ങനെ വന്നാലോ എന്നുള്ളൊരു ആശങ്കയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചിരിക്കുന്ന അസറ്റ് അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, അത് എക്സിസ്റ്റിംഗ് ആണോ പഴയതിന് കിട്ടുമോ എന്നുള്ളതാണ്. അതായത് പലരും വലിയ പ്രോപ്പർട്ടിയാണെന്ന് വിചാരിച്ചു. ഒരു 10 കോടിയുടെ ഒരു ബിൽഡിംഗ് വേണത് ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി, ഒരു അനാഥാലയമാണെന്ന് വിചാരിച്ചു. അതിൽ 9 കോടി ഫണ്ട് നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്തു. 1 കോടി നമ്മൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് ഇവിടെയാണ് അക്വയർ ചെയ്തത്. അങ്ങനെ വരുന്ന കേസിലും നമ്മൾ ഈ രജിസ്ട്രേഷൻ ക്യാൻസലായിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിർത്തിയെന്ന് വിചാരിച്ചു, FCRI വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് അക്വയർ ചെയ്യാം. ആ പഴയ കേസിലും അക്വയർ ചെയ്യാൻ പറ്റുമല്ലോ. അതിന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ക്ലോസിൽ. ഇനീഷ്യലാണോ റെട്രോസ്പെക്റ്റ് എഫക്റ്റ് ഉണ്ടോ എന്ന് പറയുന്നില്ല. അതാണ് ഒരു ആശങ്ക കാരണം. അങ്ങനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് റൂൾസിൽ പറയുകയാണെങ്കിൽ ഈ പല ആശങ്കകളും നമുക്ക് പരിഹരിക്കാൻ പറ്റുകയും ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ, ഇത് മെയിനായിട്ട് ട്രാൻസ്പെറൻസിയാണ് ഉദ്ദേശിക്കുന്നത്, നല്ലൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് ഫോറിൻ ഫണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഇൻലീഗൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെയുള്ള കേസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും സാധാരണ ചില ട്രസ്റ്റുകൾക്ക്, NGOകൾക്ക്, നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇങ്ങനെ ചില സാങ്കേതിക കാരണങ്ങളാൽ കൊണ്ട് മാത്രം രജിസ്ട്രേഷൻ ക്യാൻസലാക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഈ ഇഷ്യൂസിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ ബില്ലിൻ്റെ ഡിസ്കഷൻ സ്റ്റേജിൽ കുറച്ചുകൂടി ഒരു സ്പെസിഫിക് അതോറിറ്റി ആരാണ്, അവർക്ക് എന്താണ് അധികാരം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നന്നായിട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നന്ദി.